ഇറാനിലെ ക്രൂഡ് ഓയിൽ US നിയന്ത്രണത്തിൽ കൊണ്ടുവരികയാണ് തന്റെ ലക്ഷ്യമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിനായി ഇറാനിലെ ഖാർഗ് ദ്വീപ് പിടിച്ചടക്കുന്നത് ഉൾപ്പെടെ പരിഗണിക്കുന്നുണ്ടെന്നും ട്രംപ് പറയുന്നു. ഫിനാൻഷ്യൽ ടൈംസ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപിന്റെ പ്രതികരണം. എന്നാൽ US കരയുദ്ധത്തിന് മുതിർന്നാൽ പേർഷ്യൻ ഉൾക്കടലിലെ സ്രാവുകൾക്ക് ഭക്ഷണമാകും എന്ന് ഇറാൻ സൈനിക വക്താവ് ഇബ്രാഹിം സോൾവഹാരി മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ ഏഷ്യൻ വിപണിയിൽ ഇന്ന് വലിയ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചു. അജയ് സുധ ബിജു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അജയ്, എന്താണ് ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്കയുടെ ആത്യന്തിക ലക്ഷ്യം എന്ന സംശയം എപ്പോഴും ഉടലെടുത്തിട്ടുണ്ട്. എന്താണ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത്? അതിലൊരു തുറന്ന പറച്ചിലാണോ ട്രംപ് ഇന്ന് നടത്തിയിരിക്കുന്നത്? ഇത് വിശ്വസിക്കാവുന്നതാണോ? എന്തിന് യുദ്ധം എന്നതിൻ്റെ മറുപടിയായി ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ? നമുക്ക് നിലവിൽ ഇക്കാര്യത്തിൽ പല നിഗമനങ്ങളിലേക്കും എത്തിച്ചേരാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ ഖാർഗ് ദ്വീപ് എന്ന് പറയുന്നത് ഇറാന്റെ തെക്കൻ ഭാഗത്ത് പേർഷ്യൻ കടലിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ്. ഈ ദ്വീപ് US പിടിച്ചടക്കിയാൽ USന് പല ലക്ഷ്യങ്ങളിലേക്കും ഒരേ സമയം തന്നെ എത്താൻ സാധിക്കും. ഇത് ട്രംപ് പറഞ്ഞ ആദ്യത്തെ കാര്യം തന്നെയാണ് അതിൽ ഒന്നാമത്തെ റീസൺ. അതായത് ഇറാന്റെ വലിയൊരു ഓയിൽ ഹബ്ബാണ് ഈ ദ്വീപ് എന്ന് പറയുന്നത്. ഇവിടെ ക്രൂഡ് ഓയിൽ നിർമ്മിക്കുകയും ഇവിടെ തന്നെ സംഭരിക്കുകയും മറ്റ് ലോകരാജ്യങ്ങളിലേക്ക് വിപണനം ഉൾപ്പെടെ ചെയ്യുകയും ചെയ്യും. ഇത് ക്രൂഡ് ഓയിൽ നിലവിൽ ഇറാന്റെ ക്രൂഡ് ഓയിലിന്റെ പ്രധാന ഉപഭോക്താക്കൾ ചൈന അടക്കമുള്ള രാജ്യങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോൾ US ഉപരോധം എടുത്തു കളഞ്ഞതോടുകൂടി പല ലോകരാജ്യങ്ങളും ഇറാന്റെ ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലടക്കം ഇറാന്റെ ക്രൂഡ് ഓയിലും LPGയും ഉൾപ്പെടെ എത്തിയിരുന്നു. അപ്പോൾ ഇതുവഴി ലഭിക്കുന്ന പണം കൊണ്ടാണ് ഇറാന്റെ പ്രതിരോധ മന്ത്രാലയം പ്രധാനമായിട്ടും മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. IRGCക്ക് ഉൾപ്പെടെ പ്രവർത്തന ഫണ്ട് ലഭിക്കുന്നത് ഇതുവഴിയാണ്. അപ്പോൾ ഈ ദ്വീപ് പിടിച്ചടക്കിയാൽ ഇറാന്റെ ക്രൂഡ് ഓയിൽ വിതരണം അത് USന്റെ കയ്യിൽ കൊണ്ടുവരാൻ സാധിക്കും. ട്രംപ് ഇപ്പോൾ നിലവിൽ നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ, ഫിനാൻഷ്യൽ ടൈംസ് പത്രത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം എടുത്തു പറയുന്നതും ഈ കാര്യം തന്നെയാണ്. ഇറാന്റെ ഒരു ഓയിൽ അത് തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരിക, അതായത് വെനസ്വേലയ്ക്ക് സമാനമായി ഇത്തരത്തിൽ USന്റെ നിയന്ത്രണത്തിൽ ഇറാന്റെ ക്രൂഡ് ഓയിൽ വിപണി എത്തിക്കഴിഞ്ഞാൽ IRGCയുടെ ഒരു പ്രതിരോധ ഫണ്ട് അത് പൂർണ്ണമായിട്ടും കട്ടാവും. അതുപോലെ തന്നെ ഇറാന്റെ മറ്റ് സായുധ സേനാ വിഭാഗങ്ങൾക്കുള്ള ഫണ്ടിങ്ങും അതോടെ തന്നെ നിൽക്കും. അങ്ങനെ അവരുടെ വലിയൊരു യുദ്ധ ഫണ്ടിങ് നിൽക്കുന്നതോടുകൂടി വലിയ പ്രതിരോധ തലത്തിൽ അവർ വലിയൊരു തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല US ഇപ്പോൾ കരയുദ്ധം ആരംഭിക്കാൻ പോകുന്നതായിട്ടുള്ള അഭ്യൂഹങ്ങൾ അത് കൂടുതൽ ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഏതാണ്ട് 3500 സൈനികരെ കൂടി US പശ്ചിമേഷ്യയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മൊത്തം 10,000 സൈനികരെ കൊണ്ടുവരാനാണ് അവർ ഉദ്ദേശിക്കുന്നതെന്നാണ് വിവരം. അപ്പോൾ ഇത്തരം കരയുദ്ധം നടത്താനായി US ഒരു പദ്ധതി ഇടുകയാണെങ്കിൽ ഖാർഗ് ദ്വീപ് പിടിച്ചടക്കിയാൽ ഇറാനുള്ളിലേക്ക് കരയുദ്ധം നടത്തുക അത് USനെ സംബന്ധിച്ച് കൂടുതൽ എളുപ്പമായി മാറും. അങ്ങനെയാണെങ്കിൽ മുൻപ് പല വിദഗ്ധരും സൂചിപ്പിച്ചതുപോലെ ഇറാനിൽ കരയുദ്ധം നടത്തിയാൽ USന് ഉണ്ടായേക്കാവുന്ന തിരിച്ചടികൾ ഇതുവഴി പല മടങ്ങ് കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ പല ലക്ഷ്യങ്ങൾ USന് ഉണ്ടെന്ന് നമുക്ക് ദ്വീപുമായി ബന്ധപ്പെട്ടുള്ള ട്രംപിന്റെ ആ തരത്തിലുള്ള ആലോചനകൾ നേരത്തെ തന്നെ വന്നതാണ്. നോക്കൂ അജയ്, ഇവിടെ ഇപ്പോൾ വലിയ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ കരയുദ്ധം തുടങ്ങിയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതം എന്തായിരിക്കും എന്നതിൻ്റെ മുന്നറിയിപ്പ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും കടുത്ത ഭാഷയിൽ തന്നെ പ്രതികരിക്കുന്നു. US സൈനികർ സ്രാവുകൾക്ക് ഭക്ഷണമാകും എന്ന വലിയ പ്രകോപനമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ പൊതുവെ തന്നെ അന്താരാഷ്ട്ര നിരീക്ഷകരൊക്കെ കരയുദ്ധം അത്ര എളുപ്പമുള്ളതായിരിക്കില്ല എന്ന് വിലയിരുത്തുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട്. അമേരിക്ക അത്തരമൊരു മണ്ടത്തരത്തിന് മുതിരും എന്നാണോ ഇപ്പോഴും കരുതുന്നത്? അതിൻ്റെ നീക്കങ്ങളും ഒരുക്കങ്ങളുമാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? നിലവിൽ സൈനികപരമായി അമേരിക്ക പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സാന്നിധ്യം അത് കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപേ 2000 മറൈൻ ഉദ്യോഗസ്ഥരെ US പശ്ചിമേഷ്യയിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോൾ 3500 മറൈനുകളെ ഉൾപ്പെടുന്ന പുതിയ യുദ്ധ കപ്പൽ പശ്ചിമേഷ്യയിലേക്ക് എത്തിയതായിട്ടാണ് വിവരമുള്ളത്. മൊത്തം 10,000 സൈനികരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇറാനുള്ളിലേക്ക് ഒരു സൈനിക നീക്കം US നീക്കം നടത്തുന്നതായിട്ടാണ് വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു മുതിർന്ന US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട്
ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരമൊരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ട്രംപ് നിലവിൽ ഇത്തരം വാർത്തകളൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. മാധ്യമങ്ങൾ വഴിയാണെങ്കിലും ഇത്തരം കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. നിലവിൽ അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇറാന്റെ പ്രതിരോധ മേഖലയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി, ഇനി അവർക്ക് ഒരു തിരിച്ചടി തങ്ങൾക്ക് നൽകാനാകില്ല. ഇറാനിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരാനുള്ള US-ന്റെ ലക്ഷ്യം അത് പൂർണ്ണമായി സാക്ഷാത്കരിച്ചു കഴിഞ്ഞു. ഇറാന്റെ ആദ്യം ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന ഭരണകൂടത്തെ US നശിപ്പിച്ചു കഴിഞ്ഞു. രണ്ടാം ഘട്ട ഭരണാധികാരികളിൽ ഭൂരിഭാഗം നേതാക്കളെയും കൊന്നുകളഞ്ഞു. ഇപ്പോൾ മൂന്നാമതായി അധികാരത്തിൽ കയറിയ നേതാക്കളുമായിട്ടാണ് തങ്ങൾ ആശയവിനിമയം നടത്തുന്നത്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നേരിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് നിലവിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരം അവകാശവാദങ്ങളാണ് ട്രംപ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കരയുദ്ധം നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ട്രംപിന്റെ പ്രതികരണമായി നിലവിൽ ലഭിച്ചിട്ടില്ല. ട്രംപ് ഈ ഒരു സൈനിക നീക്കത്തിന് നിലവിൽ ഇതുവരെ അനുമതി നൽകിയിട്ടില്ല എന്നുള്ള സൂചനകളാണ് ഈ ഒരു വാഷിംഗ്ടണിന്റെ റിപ്പോർട്ടിൽ ഉൾപ്പെടെ പറയുന്നത്. തീർച്ചയായും